ദേ കോൾ ഹിം OG. ഓജസ് ഗംഭീര അങ്ങനെ ഫൈനലി കണ്ടു. ഞാൻ കുറെ കാലമായി സിനിമ കാണാൻ കാത്തിരിക്കുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ് സിനിമയുടെ ആ ട്രെയിലർ റിലീസും സിനിമയുടെ അനൗൺസ്മെന്റും മുതൽ. ഈ സിനിമ ആദ്യം ഫസ്റ്റ് ഡേ തന്നെ ബാംഗ്ലൂരിൽ കാണുന്നുണ്ടായി. പക്ഷെ ബാംഗ്ലൂരിൽ ഒരു തിയേറ്ററിൽ പോലും സബ് ടൈറ്റിൽ ഉണ്ടായില്ല. ഒരിടത്ത് സബ് ടൈറ്റിൽ ഉണ്ടായില്ല. അതേപോലെ വേറെ ലാംഗ്വേജിലും റിലീസ് ആയിട്ടുണ്ടായില്ല. അല്ലെങ്കിൽ തമിഴിലോ മലയാളത്തിലോ അല്ലെങ്കിൽ പോയി കണ്ടേനെ. അതുകൊണ്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് കാണുമായിരുന്നു. നാട്ടിലെ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു തെലുങ്ക് ലാംഗ്വേജ് തന്നെ. അപ്പൊ തെലുങ്കിൽ തന്നെ കാണാൻ നല്ല ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് പക്ഷെ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ കുറച്ച് ബിസി പോയി. എന്നിട്ട് വെള്ളിയാഴ്ച കാണരുതപ്പോ PVR വെള്ളിയാഴ്ച എടുത്ത് കളഞ്ഞു. അങ്ങനെ ഫൈനലി ഇന്നലെ ചുമ്മാ അവിഹിതം എന്ന സിനിമ കാണാനാണ് പോയത്. പക്ഷെ ചുമ്മാ ഏതേ കോളിമോജി സബ് ടൈറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവരുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ നിമിഷം തന്നെ ബുക്ക് ചെയ്ത് കാണാൻ കയറി. അത്രയധികം വെയിറ്റ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്. പക്ഷെ എനിക്ക് ഒരു രീതിയിൽ ഡിസപ്പോയിന്റ്മെന്റ് തോന്നിയില്ല. ഭയങ്കര ബോത്ത് ടിക്കറ്റ് പ്രൈസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തത്. എനിക്ക് ഇത്രയും എക്സൈറ്റ്മെന്റ് തോന്നാനുള്ള ഏറ്റവും വലിയ റീസൺ എസ് തമന്റെ മ്യൂസിക് ആണ്. എസ് തമൻ അമ്മാതിരി റേഞ്ചിലാണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മൂന്ന് അല്ല 4 അടിപൊളി തീം സോങ്സ് ഉണ്ട്. ഹംഗ്രി ചീറ്റ, അതേപോലെ ഗൺസ് ആൻഡ് റോസസ്, ഫയർ സ്റ്റോം, ട്രാൻസോഫോമി. ഈ 4 സ്പോട്ടിഫൈ യൂട്യൂബിൽ കേട്ട് നോക്കുക. ഭയങ്കര നമുക്ക് വീണ്ടും കേൾക്കാൻ പറ്റിയ ഒരു സൂപ്പർ തീം സോങ്സ് ആണ്. ഡാക്കു മഹാരാജ് എന്ന സിനിമയില് എസ് തമൻ പെടച്ചു വെച്ച പോലെ തന്നെ ഇതിനകത്ത് ഗംഭീരമായിട്ട് സ്കോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എസ് തമനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ സിനിമ കാണാൻ ഇങ്ങനെ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനത്തെ മരണമാസ് സിനിമകളൊന്നും OTT മെറ്റീരിയൽ അല്ല, പക്ക തിയേറ്റർ മെറ്റീരിയൽ ആണ്. അതുകൊണ്ടാണ് തിയേറ്ററിൽ കാത്തിരുന്ന് എപ്പോഴാണെങ്കിലും വെച്ചാൽ കാണാൻ തന്നെ വിചാരിച്ചത്. ഞാൻ അത്യാവശ്യം ലേറ്റ് ആണെന്ന് അറിയാം, 2 ആഴ്ച കഴിഞ്ഞു ഇപ്പൊ പടം റിലീസായിട്ട്. ഏതായാലും എസ് തമൻ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. പടത്തിന്റെ റേഞ്ച് കംപ്ലീറ്റ്ലി മാറ്റിക്കളഞ്ഞ സാധനം. ഏതായാലും ഈ സിനിമയിൽ അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോ പവൻ കല്യാൺ ഫാൻസ് അല്ലാത്തവർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടാൻ തീരെ ചാൻസ് ഇല്ല. ബിക്കോസ് ഈ സിനിമ മൊത്തത്തിൽ ഒരു പവൻ കല്യാൺ ഫാൻസിനെ അടിച്ചു പൊളിക്കാനുള്ള ഒരു സിനിമയാണെന്ന് തന്നെ പറയാൻ പറ്റും. അല്ലാത്തവർക്ക് വലിയ കണക്ട് ആവണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റൈലിഷ് മാസ് ക്ലാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. ഞാൻ പവൻ കല്യാൺ ഫാനൊന്നും അല്ല, പക്ഷെ പവൻ കല്യാണിന്റെ സിനിമകൾ ഞാൻ പണ്ടേ മുതൽ ഫോളോ ചെയ്യാറുണ്ട്. അത്തരണ്ടിക്ക് ദാരടി, ക്യാമറമാൻ ഗബ്ബോ ഒക്കെ മുതലുള്ള എല്ലാ സിനിമകളും ഞാൻ മോസ്റ്റ്ലി കൺട്രോളാണ്. ആകെ കുറച്ച് 1-2 റീമേക്ക് സിനിമയുണ്ട്. നമ്മുടെ അയ്യപ്പനും കോശിയുടെ റീമേക്ക്, ഭീംല നായക്കും, പിന്നെ ഒരു തമിഴ് സിനിമയുടെ റീമേക്ക് ബ്രോ ഒന്നുണ്ടെന്ന് തോന്നുന്നു. ഈ 2-3 സിനിമകളും മിസ് ചെയ്ത് അല്ലാണ്ട് ബാക്കി എല്ലാ സിനിമകളും ഞാൻ മോസ്റ്റ്ലി ഫോളോ ചെയ്താണ്. ബിക്കോസ് എനിക്ക് പവൻ കല്യാണിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, എനർജി, കരിസ്മ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. ആ വക്കീൽ സാബ് എന്ന സിനിമ ഒരു പിങ്ക് എന്ന സിനിമയുടെ മസാല ടൈപ്പ് ആണെങ്കിൽ പോലും ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത ഒരു ആൾ തന്നെയാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കണക്ട് ആവും ഞാൻ എങ്ങനത്തെ സിനിമകൾ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന്. എനിക്ക് മാസ് എന്റർടൈനേഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ലോജിക് ഒന്നും അധികം ഞാൻ നോക്കാറൊന്നുമില്ല. എന്റർടൈൻ ചെയ്ത് പിടിച്ച് ഇരുത്തിയാൽ മതി, വേറെ ഒന്നും വേണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ദേ കോളി OG ആ ഒരു 3 മണിക്കൂർ കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ നെഗറ്റീവ്സ് നല്ലോണം ഉണ്ട്, അതൊക്കെ ഞാൻ ഓരോന്നോരത്ത് പറയാം. എന്നാൽ പോലും എനിക്ക് എൻജോയബിൾ ആയിരുന്നു. പിന്നെ ഈ സിനിമ നിങ്ങൾക്ക് പേടിക്കേണ്ട ആ ഒരു റീസൺ എനിക്ക് കാണുന്നുള്ളൂ, അത് സുജീതിന്റെ ഡയറക്ഷൻ കൊണ്ട് മാത്രമായിരിക്കും. തൊട്ട് മുന്നേ ഇറങ്ങിയ സാഹു എനിക്ക് അധികം വർക്ക് ആവാത്ത ഒരു സിനിമയായിരുന്നു. എസ്പെഷ്യലി സിനിമയുടെ സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം എൻഗേജ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരു കച്ചറ പരിപാടിയാക്കി പടം മാറ്റിയപ്പോൾ തന്നെയാണ് എനിക്കും സാഹോ കണ്ടപ്പോ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ദേ കോളി മോജി അങ്ങനെയല്ല. ദേ കോളി മോജി ഫാർ ബെറ്റർ ആണ്. എനിക്ക് പേഴ്സണലി തോന്നിയ സുജീതിന്റെ ഒരു വളരെ വീക്ക് പോയിന്റ് തന്നെയാണ് സുജീതിന്റെ സെക്കൻഡ് ഹാഫ് സിനിമകളുടെ. ഇങ്ങനെ കുറെ സപ്ലോട്ട്സ് കുത്തി കയറ്റി അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നിങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് ഏത് സിനിമയല്ല. സാഹു നോക്കിയാൽ പോലും, സാഹുലാണെങ്കിലും സെക്കൻഡ് ഹാഫ് പോയ പോലെ ദേ കോളി മോജോയിൽ സെക്കൻഡ് ഹാഫ് കൈവിട്ട് പോകേണ്ടതായിരുന്നു. ഒരു 50% കൈവിട്ട് പോയ അവസ്ഥയായിരുന്നു. ഞാനും വിചാരിച്ചു സാഹു പോലത്തെ അവസ്ഥയാവുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അവസാനത്തെ അരമണിക്കൂർ ആ ഒരു ക്ഷീണം മൊത്തം മാറ്റിയെടുക്കും. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാഹു പോലെ എന്തോ കൊണ്ട് ആയില്ല. പിന്നെ സുജിതിന്റെ വേറൊരു പ്രത്യേകത സുജിതിന്റെ സിനിമകളുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. അത് ഈ പടത്തിലാണെങ്കിലും ഹൈലി റിച്ച് വിഷ്വൽസ് ആണ് സിനിമയിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തിയേറ്ററിൽ കാണുന്ന ഒരു വേർത്തി ഫീൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. പിന്നെ ഈ സിനിമയുടെ വേറെ പ്രത്യേകത ജാപ്പനീസ് എലമെന്റ് അത് ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് സീൻ തന്നെ ജപ്പാനിന്റെ സെറ്റ് ഇട്ടിട്ടൊരു പരിപാടിയാണ്. അത് വേറെ ലെവലായിട്ട് ചെയ്ത സിനിമയാണ്. വോർ 2 ഉണ്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ജാപ്പനീസ് സീന്. അതൊക്കെ കണ്ടറിയാം VFX തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന്.
അത്രയും കച്ചറ ഒരു ഡൂക്കളി പരിപാടി. ഇതിനകത്ത് അങ്ങനല്ല. ഇതിനകത്ത് ഭയങ്കര ഓണസ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നല്ലൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ നല്ലൊരു ടീമാണ് സുജീതനുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഓണസ്റ്റി നമുക്ക് ഇവരുടെ ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. റൈറ്റിംഗിൽ ഒരു പോരായ്മ ഉണ്ടെങ്കിലും ഈ ബാക്കിയുള്ള പരിപാടി നല്ല രീതിയിൽ ഓണസ്റ്റി കാണാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത ഇതിന്റെ ഒരു സ്വോർഡ് ആക്ഷൻ സീക്വൻസ് ആണ്. അത് ഞാൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ കുറവേ കണ്ടുള്ളൂ. ആകെ ഈ ജോധ അക്ബർ, തൻഹാജി, ബാഹുബലി എന്നിങ്ങനെ പഴയകാല സിനിമകളിൽ മോസ്റ്റ്ലി സ്വോർഡ് പരിപാടി കാണും. അല്ലാണ്ട് കറണ്ട് സിനിമകളിലൊന്നും അങ്ങനത്തെ പരിപാടിയെ കാണാറില്ല. പക്ഷെ ഈ സിനിമയിൽ സൂപ്പർ ആയി ചെയ്തിട്ടുണ്ട്. അത് പവൻ കല്യാണം കൂടി ആയിരുന്നു. പവൻ കല്യാൺ പണ്ട് കരാട്ടെ, ബ്ലാക്ക് ബെൽറ്റ്, പിന്നെ അത്യാവശ്യം മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച ആളാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ ഈ ആളുടെ ഏത് സിനിമ നോക്കിയാലും ആക്ഷൻ സീക്വൻസിൽ നമുക്ക് ആ ഒരു റിയൽ ടച്ച് കിട്ടും. അത് ഈ സിനിമയിലാണെങ്കിലും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് തന്നെ പവൻ കല്യാണം പണി ചെയ്തിട്ടുണ്ട്. ആ ഒരു സോഡ് ആക്ഷൻ പരിപാടി ചെയ്യുമ്പോഴും നമുക്ക് ആള് നന്നായിട്ട് കഷ്ടപ്പെട്ട് ചെയ്താൽ നമുക്ക് തന്നെ അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു യുണീക്ക് പരിപാടി ഭയങ്കര രസമായിട്ട് തോന്നി. അതല്ലാണ്ടും ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസസ് ആകെ ഒന്ന് മാത്രം ഒരു തെലുങ്ക് സാധനം തോന്നിയുള്ളൂ. അല്ലാണ്ട് ബാക്കി ഒന്നും ആ ഒരു നമ്മൾ ടിപ്പിക്കലി അവനെ അടിച്ച് തെറിച്ച് പറന്നു പോണ പരിപാടിയൊന്നും ഇല്ല. ഭയങ്കര നീറ്റ്, വളരെ ക്ലാസി ആക്ഷൻ സീക്വൻസ് ആണ് ഈ സിനിമയിൽ മൊത്തം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ സിനിമാറ്റോഗ്രാഫേഴ്സിനെ എടുത്തു പറയണം. രണ്ടുപേരുണ്ട്. രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടുപേരോടും പറഞ്ഞു കാണും. പവൻ കല്യാണെ പവൻ കല്യാണെ എത്ര ക്ലാസ് ഒക്കെ മാറ്റുമോ, എത്ര മാസമൊക്കെ മാറ്റുമോ അത്രത്തോളം ആക്കിക്കോ, അങ്ങോട്ട് കാണിച്ചു വെച്ചോളാൻ. അങ്ങനെയാണ് ഈ സിനിമയിൽ വിഷ്വൽ ക്യാമറ പരിപാടി ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഈ കുറെ വർഷങ്ങളായിട്ട് പവൻ കല്യാൺ ഇത്രയും ക്ലാസി മാസി അവതാരം ഞാൻ കണ്ടിട്ടില്ല. അതൊരു പ്രത്യേക രസം തന്നെ. എസ്പെഷ്യലി ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈന്, അതേപോലെ തന്നെ ഇതിലെ ക്യാമറ ചെയ്ത പരിപാടികൾ നമ്മൾ തന്നെ ഇങ്ങനെ കൊതിച്ചു പോകും. അത്രയും നല്ല ക്ലാസി സ്റ്റൈലിഷ് ഷോട്ട്സ് ആണ് ഈ സിനിമയിൽ ചെയ്ത സിനിമ. അതിന്റെ സിനിമാറ്റോഗ്രാഫേഴ്സ് ഒരു വലിയ പോസിറ്റീവ് പോയിന്റ് ആണ്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, ഇതിലെ മ്യൂസിക്, ഇതിലെ എഡിറ്റിംഗ്, ഇതിലെ കോസ്റ്റ്യൂം, ഇതിലെ പ്രൊഡക്ഷൻ ഡിസൈൻ, പ്രൊഡക്ഷൻ ക്വാളിറ്റി എല്ലാം ടെക്നിക്കലി പണം വേറെ ലെവല് തന്നെയാണെന്ന് ഞാൻ വീണ്ടും പറയാണ്. പവൻ കല്യാണാണെങ്കിൽ പോലും ആ ഒരു സ്ക്രീൻ പ്രസൻസ്, കരിസ്മ, ആ ഒരു എനർജറ്റിക് പെർഫോമൻസ് കൊണ്ട് നല്ല രീതിയിൽ തകർത്ത് അടിപൊളിയായി ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർഫോമൻസിലാണെങ്കിൽ നീറ്റ് ആയിരുന്നു. എസ്പെഷ്യലി ഇടയ്ക്ക് കുറച്ച് ഒരു പിടിച്ച ഒരു പെർഫോമൻസ് ഉണ്ട്. അത് കുറച്ചും കൂടെ ഭയത്തിൽ ചെയ്യിപ്പിക്കായിരുന്നു. ഈ ദേഷ്യപ്പെടുന്ന പരിപാടിയാണ്. പക്ഷെ അത് കുറച്ച് കൈവിട്ട് പോകണം. ഒരു ഗുണ്ടയുടെ ഒരു റേഞ്ച് ആയിട്ട് തോന്നിയില്ല. ആ അത് മാത്രം നെഗറ്റീവായിട്ട് തോന്നുള്ളൂ. അല്ലാണ്ട് പവൻ കല്യാണം നൈസായിരുന്നു. ഇമ്രാൻ ഹാഷ്മിയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇമ്രാൻ ഹാഷ്മിയുടെ ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ടൈഗർ തിരിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇമ്രാൻ ഹാഷ്മിക്ക് ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ ഒരു റേഞ്ച് കഴിഞ്ഞ് മേളിൽ പോവില്ല. ഒരു ലിമിറ്റിനോടെ തന്നെ പെർഫോം ചെയ്യുള്ളൂ. ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം സ്കോർ ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ഇമ്രാൻ ഹാഷ്മി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ ദാസ്, പ്രിയങ്ക മോഹൻ, പ്രകാശ് രാജ് അവരങ്ങനെ എപ്പോഴത്തെ പോലെ ടിപ്പിക്കൽ റോളുകൾ തന്നെ, അങ്ങനെ എടുത്ത് പറയാനുള്ള റോളുകളൊന്നും ഇല്ല. പ്രകാശ് രാജ് അടക്കം പൊക്കി പൊക്കി പറയാനുള്ള റോളും, പ്രിയങ്ക മോഹൻ ഒരു യൂഷ്വൽ ലവ് ഇൻട്രസ്റ്റ് ആയ ഒരു റോള് തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ശ്രിയ റെഡ്ഡി അത്യാവശ്യം പവർഫുൾ റോൾ തന്നെയായിരുന്നു. അത് നല്ല ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ സുദേവ് നായറും അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ഈ സിനിമയുടെ വേറെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫില് പ്രിയങ്ക മോഹൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പണ്ട് ആരായിരുന്നു? അപ്പൊ ഒരു വിഷ്വൽ പരിപാടി കാണിക്കും. ജപ്പാനിലൊരു സാധനം, അത് എന്റെ മോനെ രോമാഞ്ചം തരുന്ന ഒരു സാധനം. അതും ഇത് എസ്തമിന്റെ മ്യൂസിക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് കാണാനാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. ബിക്കോസ് ഈ ഒരു ദേക്കോളിമോജി പാർട്ട് 1 മോസ്റ്റ്ലി ഒരു ബിൽഡപ്പ് ആണ്. ഈ സെക്കൻഡ് പാർട്ടേക്കുള്ള കംപ്ലീറ്റ്ലി ഒരു ബിൽഡപ്പ് ആണ് ഫസ്റ്റ് പാർട്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് കാണാനാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. ഈ ജപ്പാന്റെ കുറെ സാധനം അത് എന്തായാലും തകർക്കും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ. ഞാൻ വീണ്ടും പറയാണ്, സുജീത് വേറൊരു റൈറ്ററിനെ കൂട്ടിയിരുത്തിക്കോ. അപ്പോ സെക്കൻഡ് പാർട്ട് ഗംഭീരമായിട്ട് തന്നെ മാറും. പിന്നെ ഞാൻ ഈ സിനിമ ഇത്രയും പൊക്കി പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എല്ലാവരും പടത്തിന് അങ്ങനെ പോയി തലവെക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ ഈ ലോജിക്കില്ലാത്ത അല്ലെങ്കിൽ അധികം ലോജിക്ക് നോക്കാത്ത മാസ് എന്റർടൈനേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളായോണ്ടും, പിന്നെ ഇങ്ങനെ സ്റ്റാർ മെറ്റീരിയൽ സിനിമകളൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര അധികം എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല, എല്ലാവരും കപ്പ് ഓഫ് ടീ ആവണമെന്നില്ല. മോസ്റ്റ്ലി ഈ സിനിമ ഇഷ്ടപ്പെടുന്നത് പവൻ കല്യാൺ ഫാൻസിനാണ്. അതുകൊണ്ട് ഇതൊക്കെ ഈ ഒരു നെഗറ്റീവ് പോയിന്റ്സ് ഒക്കെ ആലോചിച്ചിട്ട് വേണം ഈ സിനിമ പോയി കാണാനായിട്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, ഇത് ഇങ്ങനത്തെ ടൈപ്പ് സിനിമകൾ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഡാക്കുമാർ എന്ന സിനിമ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അല്ലെങ്കിൽ ബിക്കോസ് ഞാൻ ഈ അടുത്ത് ഡാക്കു മഹാരാജ്
എനിക്ക് കേരളത്തിൽ ആ സിനിമ റിലീസ് ഉണ്ടായില്ല. പക്ഷെ പിന്നീട് OTT കണ്ടപ്പോൾ നല്ല ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ആ മ്യൂസിക് ഒക്കെ അമ്മാതിരി ലെവലായിരുന്നു. പക്ക തിയേറ്റർ എൻജോയ് ചെയ്യേണ്ട സാധനം. അപ്പൊ അതുകൊണ്ട് പിന്നീട് നിങ്ങൾ ആരും ദുഃഖിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, തിയേറ്ററിൽ ഇങ്ങനത്തെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമുള്ളവര് തിയേറ്ററിൽ തന്നെ പോയി കാണുക, അല്ലാത്തവര് വേറെ ഏതെങ്കിലും പോയി സിനിമ കാണുക. ഏതായാലും ഇന്നലെ അവിഹിതമാണ് കാണാൻ ഇരുന്നത്. അത് ഏതായാലും ഇന്ന് ഞാൻ കാണാൻ പോകുന്നുണ്ട്. അതിന്റെ റിവ്യൂ നാളെ പറയാം.